ഇനി ടെൻഷൻ അടിച്ചോലെ ആക്ട് ചെയ്യണെന്നാ അവന്മാരെല്ലാരും ഔത്താണ്. ഇത് ആക്ടിംഗ് ഒന്നല്ലടാ, ഒറിജിനൽ ടെൻഷനാണ്. നിങ്ങൾ വളരെ മോശമായ ചില ആംഗ്യങ്ങൾ അവിടെ ഇരുന്ന് കാണിച്ചു. അത് ക്വാളിറ്റി ഉള്ള ആളാണോ? അല്ല. റിയലി സോറി. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? ആണല്ലോ. അത് ശരി. വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. ദേഷ്യം വന്ന് ഇടിക്കും. നിങ്ങൾ വീട്ടിലിങ്ങനെ കാണിക്കോ? ഇത്തരം ആംഗ്യങ്ങൾ കാണിക്കോ? ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഷിബിൻ ആരോടാ കാണിച്ചേ? സാർ ഞാൻ ആരോടുമായിട്ട് കാണിച്ചല്ല, ഞാനത് ഷിബിൻ സാർ ഒരു മിനിറ്റ്. പിന്നെ എന്തിനാ പോയി സോറി പറഞ്ഞേ? അല്ല, അത് അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. സ്വർണ്ണ കണ്ണടി ഉണ്ട്, സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിന് എങ്ങനെയെങ്കിലും എന്റെ തല ഒന്ന് ഊരി തരണം. സാർ അത് ജാസ്മിനോടാണ് തർക്കം. അതിന് തൊട്ട് മുന്നേ ഞാനും ജാസ്മിനാണ് തർക്കിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന എൻ്റെ ഫ്രസ്ട്രേഷൻ ഞാൻ സോഫയിൽ ഇടിച്ച് തീർക്കുകയായിരുന്നു. സാറേ അപ്പൊ എന്റെ കൺട്രോൾ പോയി. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ആരെങ്കിലും കാലേ വഴി അടിക്കാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയല്ലല്ലോ, കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണല്ലോ. അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഇന്നലെ റസ്ബിൻ എന്നോട് വന്ന് പറഞ്ഞു, ഇക്ക എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, 2 ദിവസത്തേക്ക് ജാസ്മിനോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കുമോ? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് ഇവനെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കുറച്ച് കഴിഞ്ഞ എന്നെ തൂക്കിക്കൊല്ലും. അല്ലെങ്കിൽ പല വട്ടം നീ എന്നെ ചൊറിയാൻ വന്നപ്പോ ജാസ്മിൻ ചൊറിയാൻ വന്നപ്പോ കാല് പിടിച്ച നിലത്തടിച്ചാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിനക്കോ? നിങ്ങൾ റസ്മിൻ്റെ പറയണം. റസ്മിൻ നീ വന്ന് പറഞ്ഞു, ജാസ്മിൻ വലിയ വയ്യാത്ത കുട്ടിയാണ്, അവൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, അവളുടെ അടുത്ത് മിണ്ടരുത് 2 ദിവസത്തേക്ക്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് നിങ്ങൾ ഇനിയും തലയിൽ കയറി കാലവരെ നൽകാൻ സംഭവം കുഴപ്പമെന്ന് തോന്നണട്ടോ. തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. ഐ വാണ്ട് ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ ഫോൺ എ ഫ്രണ്ട്. സത്യത്തിൽ ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. എന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത്. അത് കറക്റ്റായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബെസ്റ്റ്. ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ച്? അതൊക്കെ എന്റെ നടന വൈഭവം. നടിച്ച് ഇവിടെ തന്നെ സ്റ്റേജ് കെട്ടാനാ പരിപാടി? എന്റെ വായിന്ന് വന്നു പോയതാ കേട്ടാ. വായിന്ന് വന്ന കാര്യമില്ല ഇപ്പൊ ചോദിക്കുന്നത്. വായിന്ന് വരാത്ത വേറെ പല കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. വായിന്ന് വരാത്ത കാര്യങ്ങളും കാണിക്കുന്നുണ്ടല്ലോ. അയ്യോ ചിരിക്കല്ലേ, ഇത് ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇതാണ് ആ പുള്ളി. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. അപ്പോൾ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഷിബിന് ഡയറക്റ്റ് നോമിനേഷനിൽ. സന്തോഷായി, നല്ല സന്തോഷമായി. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഞാനായിട്ട് നിന്നെവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെ ഇവിടെ ഇറക്കി. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറക്കം വരുന്നില്ലല്ലോ ദൈവമേ. ഒരു 300 അടിക്കാൻ കാശുണ്ടെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങും.